ഓക്കെ മക്കളെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഷോ മി യുവർ തംബ്. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഷോ മി യുവർ തംബ്. ഓക്കെ, ഗുഡ്. ഫാത്തിമ മെഹ്റിൻ ഉണ്ട്, മുഹമ്മദ് റാസി. ഓക്കെ, ഗുഡ്. എന്നാ ആൻസർ എഴുതിക്കോളൂ. എഴുതിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റാസി, sit properly. First one, cars and bridges are dash. Options are natural, man-made. നിങ്ങൾ ക്വസ്റ്റ്യനും എഴുതിക്കോളൂ. ക്വസ്റ്റ്യനും എഴുതിയിട്ട് ഫസ്റ്റ് നമ്പർ മാർജിന് പുറത്ത് 1 എന്ന് എഴുതുക. അതിനുശേഷം എ എന്ന് എഴുതുക മാർജിന് പുറത്ത് തന്നെ. അതിൻ്റെ മാർജിൻ്റെ ഉള്ളില് കാർസ് ആൻഡ് ബ്രിഡ്ജസ് ആർ എന്ന് എഴുതുക. കാർസ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് എഴുതുക. ഓക്കെ, ഷിഫാന എഴുതിയോ മോളെ? കാർസ് ആൻഡ് ബ്രിഡ്ജസ് ആർ. ക്വസ്റ്റ്യനും എഴുതണം. നിങ്ങൾ 3rd സ്റ്റാൻഡേർഡ് ആയില്ലേ? ക്വസ്റ്റ്യൻ എഴുതാം. രണ്ടാമത്തെ ഓപ്ഷൻ ബി, ദീസ് ആർ നാച്ചുറൽ തിങ്സ്. ദീസ് ആർ നാച്ചുറൽ തിങ്സ്. These are natural things. These are natural things. Options are cars and stars. ആൻസർ എഴുതാം. നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി, ഓപ്ഷൻ എഴുതണ്ട. ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. Okay, finish. Muhammad Rasi, finish. Rasi, finish ചെയ്തോ? Okay, next question. C, ബ്രാക്കറ്റിന് പുറത്താണ് സി ഒക്കെ ഉണ്ട്. എ ബി സി ഒക്കെ ബ്രാക്കറ്റിന് പുറത്താണ്. ബ്രീത്തിങ് ഓർഗൻ. ബ്രീത്തിങ് ഓർഗൻ. ബ്രീത്തിങ് ഓർഗൻ. എഴുതിയോ? ബ്രീത്തിങ് ഓർഗൻ. ബ്രാക്കറ്റിലെ ലങ്സ്, ഹെഡ്, അതിലേതാണ് ഒരു ബ്രീത്തിങ് ഓർഗൻ, അത് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർസ് ആൻഡ് ബ്രിഡ്ജസ് ആർ ഡാഷ്. നാച്ചുറൽ ആണോ മാൻമെയ്ഡ് ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദീസ് ആർ നാച്ചുറൽ തിങ്സ്. കാർസ് ആൻഡ് സ്റ്റാർസ്, അത് എന്താണെന്ന് നോക്കുക. കാർസ് ആൻഡ് സ്റ്റാർസ് നാച്ചുറൽ തിങ്സ് ഏതാണെങ്കിൽ അതിന്റെ ആൻസർ മാത്രം എഴുതുക. പിന്നെ സി, ബ്രീത്തിങ് ഓർഗൻ, ലങ്സ്, ഹെഡ്. Next, question number 2, main question 2, match the following. Match the following. Match the following.
നിങ്ങൾ അങ്ങനെ തന്നെ ഹെഡിങ് എഴുതണം. അങ്ങനെ തന്നെ ഹെഡിങ് എഴുതണം. അതിനുശേഷം എഴുതിയോ? മാച്ച് ദ ഫോളോയിങ്. എ എഴുതുക, മൂവ് ആൻഡ് ഗ്രോ. നിന്നിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ ശരിയായ ഉത്തരം മാത്രം എഴുതുക. അതിൻ്റെ നേരെ ശരിയായ these are match the following, move and grow. Options are natural things, human made things, living things. Natural things, human made things, living things. അതിൻ്റെ നേരെ, അതായത് എ എന്ന് എഴുതി മൂവ് ആൻഡ് ഗ്രോ എന്ന് എഴുതി ഹൈഫൻ ഇട്ടു ശരിയായ ഉത്തരം മാത്രം എടുത്തെഴുതുക. മൂന്നെണ്ണത്തില് നാച്ചുറൽ തിങ്സ്, ഹ്യൂമൻ മെയ്ഡ് തിങ്സ്, ഹ്യൂമൻ മെയ്ഡ് തിങ്സ്, natural things, എന്താ ആരാ? ഹലോ, അതെ ഇല്ല സാറില്ല, ഇനിയുള്ള നമ്പേഴ്സ് മുഴുവൻ കണ്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ സാറില്ല. ശരി ശരി. നിങ്ങൾ സ്പീഡ് ആക്കണ്ട, ടീച്ചർ പറഞ്ഞു പോകുന്നതിനൊപ്പം എഴുതിയാൽ മതി കേട്ടോ. നമ്പർ 2 വാട്ടർ എയർ, അത് നേരെ ഹൈഫൺ ഇടുക, എന്നിട്ട് ശരിയായ ആൻസർ എടുത്തെഴുതുക. വാട്ടർ എയർ, എന്നിട്ട് ഹൈഫൺ ഇടുക, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തതിന് നേരെ എഴുതുക. നെക്സ്റ്റ് സി ബസ് റോഡ്, ബസ് റോഡ് ഹൈഫൻ ഇടുക, ശരിയായ ഉത്തരം എഴുതുക. നാച്ചുറൽ തിങ്സ്, ഹ്യൂമൻ മെയ്ഡ് തിങ്സ്, ലിവിങ് തിങ്സ്. ബസ് റോഡ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നേരെ എഴുതുക. ടീച്ചർ ഫുള്ള് ചോദ്യവും എല്ലാം എഴുതാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇത് ക്ലാസ് ടെസ്റ്റ് അല്ലേ. നമ്മുടെ പീരിയഡ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഏത് ചോദ്യത്തിന്റെ ഉത്തരവായി ഇതെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് ചോദ്യവും ഉത്തരവും എഴുതാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്പർ 3. നമ്പർ 3 ആൻസർ ദ ഫോളോയിങ്. നിങ്ങൾ 3 എന്ന ഹെഡിങ് എഴുതണം, മാർജിന് പുറത്ത് എ എന്ന് എഴുതുക. വൈ ഡു ലിവിങ് തിങ്സ് നീഡ് ഫുഡ്? ക്വസ്റ്റ്യനും എഴുതണം, ആൻസറും എഴുതണം കേട്ടോ. എ എന്ന് എഴുതുക, മാർജിന് പുറത്ത്. എല്ലാവരും ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടില്ലേ? വൈ ഡു ലിവിങ് തിങ്സ് നീഡ് ഫുഡ്? എന്തിനാണ് ജീവനുള്ളവയ്ക്ക് ഭക്ഷണത്തിന്റെ ആവശ്യം? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന്. ആരും ഇപ്പോഴേ നോട്ട് സെൻഡ് ചെയ്യുമെന്നാ, ടീച്ചർ പറഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി. വൈ ഡു ലിവിങ് തിങ്സ് നീഡ് ഫുഡ്? Why do living things need food?
Finish. Then second question, name 2 body parts that animal used to breathe. Second question, B, name 2 body parts that animal used to breathe. Name any 2 body parts. Body parts അതായത് നമ്മുടെ മൃഗങ്ങളുടെ അവർക്ക് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ, മനുഷ്യൻ്റെതും ഫിഷിൻ്റെതോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെയോ ഒക്കെ പഠിച്ചില്ലേ? അതിലേതെങ്കിലും 2 ബ്രീത്തിങ് ഓർഗന്റെ പേര് എഴുതുക. Next, C. Next, C. See, what are natural things? Write 3 examples. എന്താണ് നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 3 എക്സാമ്പിൾ എഴുതുക. What are natural things? Write 3 examples. എഴുതി കഴിഞ്ഞോ? ക്ലാസ് എഴുതി കഴിഞ്ഞോ മോനെ? സമയം ഇഷ്ടം പോലെ ഉണ്ട്, ശ്രദ്ധിച്ചെഴുതിയാൽ മതി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ടീച്ചർക്ക് ശരിക്കും വായിക്കാൻ പറ്റണം. ഓക്കെ, ഇനി എല്ലാവരും ആ എഴുതിക്കൊന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാവരും ഒന്നും കൂടെ വായിച്ചു നോക്കിക്കേ. ഉത്തരം എല്ലാവരും ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വൺ, റാസി അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് റാസിയുടെ സംശയം? നത്തിങ്. ഓക്കെ. സിനാൻ? ഇവിടെ ഒരു അയ്യുണ്ട്, ഗ്രീന്ന് പറയണ ഇവിടെ ഒരു അയ്യുണ്ട് കൊണ്ടാറക്കട. എഴുതിക്കോ വേഗം എഴുതിക്കോ. 7 മിനിറ്റും കൂടെ ഉള്ളില്ലേ? 7 മിനിറ്റ് കൂടെ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ എഴുതുമ്പോ ഇത്രയും ആവൂലേ? ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടുന്നില്ല, ഇനി ക്വസ്റ്റ്യൻ എഴുതണ്ട. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ക്വസ്റ്റ്യൻ എഴുതണ്ട. Okay, then you write only answer. Write only answer. എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ ഇതിന്റെ ആൻസർ എഴുതുക. 2 ബോഡി പാർട്സ് choosing for breath. Name 2 body parts that animal. 2 ഏതെങ്കിലും 2. ഓക്കേ. ഏതാണ് ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നത്? Body parts that animal use to breathe. ക്വസ്റ്റ്യൻ എഴുതാൻ സമയമില്ല എങ്കിൽ ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ.
ആൻസർ മാത്രം എഴുതുക. ക്രിയേറ്റഡ്. ഓക്കെ, ആ ബോഡി പാർട്സിന്റെ പേര് മാത്രം എഴുതിക്കോ. നെക്സ്റ്റ്, വാട്ട് ആർ നാച്ചുറൽ തിങ്സ്? റൈറ്റ് 3 എക്സാമ്പിൾസ്. നാച്ചുറൽ തിങ്സ് നാച്ചുറൽ തിങ്സ് എന്താണ്? പ്രകൃതിയിലുള്ള വാട്ട് ആർ നാച്ചുറൽ തിങ്സ് ആണ്. തിങ്സ് എന്താണ്? മീൻസ് ഇത് വായിച്ചു. എക്സാമ്പിൾ എഴുതുക. വീട് ഇതന്നെ. അതാരാണ്? റാസിയല്ല, ഷാനല്ല. കഴിഞ്ഞോ? ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. നിങ്ങൾ ചെയ്ത ആൻസർ ചെക്ക് ചെയ്തേ. എല്ലാവരും എഴുതി കഴിഞ്ഞവർ നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. ഫസ്റ്റ് വൺ, കാർഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആർ ദാറ്റ്. കാർഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആർ ദാറ്റ്. Okay, then next, these are natural things. These are natural things. Next one, breathing organ. Next, match the following ആണ്. മൂവ്, ഗ്രോ. അതാരാണ്? ഐഫോൺ ഇട്ടിട്ട് അതിന്റെ ഉത്തരം. വാട്ടർ, എയർ. വാട്ടർ, എയർ. വാട്ടർ, എയർ. അതിന് നേരെ ആൻസർ എഴുതുക. ബസ്, റോഡ്. അതിന് നേരെ ആൻസർ എഴുതുക. Then answer the following ആണ്. Why do living things need food? Why do living things need food? Next, name 2 body parts that animal use to breathe.
മോനസ ഇത് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ വന്നു അത് അതിൻ്റെ അടുത്ത് റണ്ണിങ് ഔട്ട് ടൈം കാണിച്ചിട്ട് ആയില്ലായിരുന്നു. 12:15 റണ്ണിങ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ 12 മണിയൊക്കെ ഒരു റണ്ണിങ് ഔട്ട് ടൈം കാണിച്ചിട്ടുണ്ട്. 12 പറഞ്ഞിട്ട് 15 പറഞ്ഞില്ല. ഓക്കെ ഫിനിഷ്. ഇത് കഴിഞ്ഞോ? വായിച്ചു നോക്കും. നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് വായിച്ചു നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരാൻ പാടില്ല. നല്ല വൃത്തിക്കല്ലേ എഴുതിയിരിക്കുന്നത്. സമയമുണ്ട്, എഴുതിക്കോ. ഗുഡ് ഗുഡ്. വായിച്ചു നോക്കിക്കേ ഒന്നും കൂടെ. Hiba Fatima. Hiba, listen here. Okay, Shifa, okay, good. Sinan, കഴിഞ്ഞ മോനെ